ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച 2 വ്യക്തികളെ വിശുദ്ധ ബൈബിളിൽ നാം പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് യേശു, 2 മോശ. പുറപ്പാടിൻ്റെ പുസ്തകം 24 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശ സീനായി മലമുകളിലേക്ക് കയറി 40 ദിനരാത്രങ്ങൾ അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവവുമായി നേരിട്ട് സംസാരിക്കുന്നു. ദൈവം കൊടുത്ത 10 കൽപ്പനകളുമായി താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനം സകലവിധ മ്ലേച്ഛതകളും തിന്മകളും പ്രവർത്തിച്ച് അധംപതിച്ച അവസ്ഥയിൽ നിൽക്കുന്നത് കാണുമ്പോൾ മോശ അവർക്കെതിരെ അതിശക്തമായി പ്രതികരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മ്ലേച്ഛതകളെല്ലാം അടിച്ച് ഉടച്ച് അതിശക്തമായി അവർക്കെതിരെ ശാസനകൾ നൽകുന്ന മോശ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ 4 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തിന്മയെയെല്ലാം പ്രലോഭനങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ജനത്തിന് വേണ്ടി സുവിശേഷ ഭാഗ്യങ്ങൾ നൽകുന്നു. ആ ജനത്തെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു, ദൈവാശ്രയ ബോധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. മാത്രമല്ല മോശ 10 കൽപ്പനകൾ ദൈവജനത്തിന് നൽകിയെങ്കിൽ യേശു 10 വലിയ അത്ഭുതങ്ങൾ ദൈവജനത്തിന് വേണ്ടി ചെയ്യുകയാണ്. അങ്ങനെ ദൈവജനത്തിൻ്റെ ഇടയിലൂടെ സന്തോഷത്തോടെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് മലമുകളിൽ ഒരു മനോഭാവമായിരുന്നുവെങ്കിൽ താഴ്വരയിൽ അങ്ങനെയല്ലായിരുന്നു. ചിലപ്പോഴെങ്കിലും മോശയുടെ ഒരു മനോഭാവം നമുക്കുണ്ടാകുന്നുണ്ടോ? അതായത് ദേവാലയത്തിൽ വലിയ ഭക്തിയും സൗമ്യതയും, എന്നാൽ ദേവാലയത്തിന് പുറത്ത് മറ്റൊന്ന്. പ്രിയപ്പെട്ടവർ, യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ. നമുക്ക് യേശുവിനെ പഠിക്കാം. യേശു തരുന്ന ഒരു സന്ദേശം നമുക്ക് സ്വീകരിക്കാം. അതായത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നാം ജീവകാരുണ്യമായി മാറേണ്ടവരാണ്. ജീവകാരുണ്യമായി മാറാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.